നമസ്തേ. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത് ബുധദശാഫലത്തെക്കുറിച്ചാണ്. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ 17 വർഷമാണ് ബുധദശയുണ്ടാകുന്നത്. ബുധദശയിൽ എന്തൊക്കെ ഗുണദോഷ ഫലങ്ങൾ ഒരു വ്യക്തിക്ക് അനുഭവിക്കണമെന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത്. ബുധദശ പൊതുവെ ഗുണാനുഭവങ്ങൾ നൽകുന്ന ഒരു ദശയാണ്. വിദ്യാഗുണവും ഉദ്യോഗലബ്ധി, കീർത്തി, ധനലാഭം, ഭാഗ്യവൃത്തി, സാഹസിക പ്രവർത്തനം, ഗൃഹനിർമ്മാണം, ഭൂമിലാഭം ഇത്യാദികൾ ബുധദശയിൽ ഭവിക്കുന്നതാണ്. ബുധൻ ബലവാനാണെങ്കിൽ ഫലം ഗുണപ്രദമായിരിക്കും. ബുധൻ ബലഹീനനാണെങ്കിൽ ഉന്മാദം, മനക്ലേശം തുടങ്ങിയ ദോഷഫലങ്ങളും അനുഭവിക്കേണ്ടി വരും. ഉച്ചത്തിൽ നിൽക്കുന്ന ബുധൻ്റെ ദശയിൽ യശസ്, വിവാഹം, വിദ്യാലാഭം, ധനപുഷ്ടി, ഭൂമിലാഭം എന്നീ ഫലങ്ങൾ ലഭിക്കും. മൗഢ്യമുള്ള ബുധൻ്റെ ദശയിൽ വിദ്യാവിഘ്നങ്ങളും മാനസിക ബലഹീനതകളും ധനനാശവും ദേഹദുരിതം മുതലായവയും സംഭവിക്കാം. നീചത്തിൽ നിൽക്കുന്ന ബുധൻ്റെ ദശയിൽ വിദ്യാഭ്യാസത്തിൽ പരാജയം, വിരഹം, സ്ഥാനഭ്രംശം എന്നീ ദോഷഫലങ്ങളും ഉണ്ടാകും. കേന്ദ്രത്തിൽ നിൽക്കുന്ന ബുധൻ്റെ ദിശയിൽ ഉദ്യോഗത്തിൽ ഉന്നതിയും പലവിധ സ്ഥാനമാനങ്ങളും സിദ്ധിക്കും. ജാതകന് ഈ സമയം വിവാഹം നടക്കുകയും ചെയ്യുന്നു. ലഗ്നത്തിൽ നിൽക്കുന്ന ബുധൻ്റെ ദിശയിൽ മനസന്തോഷം, ധനലാഭം, കീർത്തി മുതലായവയും സിദ്ധിക്കും. രണ്ടിൽ നിൽക്കുന്ന ബുധൻ്റെ ദിശയിൽ ധനലാഭം, യശസ്, വിദ്യാഭ്യാസ ഗുണം, ഉദ്യോഗത്തിൽ ഉന്നതി, വിദ്വാൻമാരുടെ അഭിനന്ദനം ഇവ ഫലം. മൂന്നിൽ നിൽക്കുന്ന ബുധൻ്റെ ദിശയിൽ സഹോദര ഗുണം ലഭിക്കുകയും അപമാനം ഭവിക്കുകയും നാലിൽ നിൽക്കുന്ന ബുധൻ്റെ ദിശയിൽ കുടുംബം വിട്ട് വിദേശത്ത് സഞ്ചരിക്കും. കുടുംബസംബന്ധമായ പല നാശങ്ങളും ഭവിക്കും. ആ കാലത്ത് വിവാഹം നടക്കുകയും ചെയ്യും. ഉദ്യോഗസംബന്ധമായ കുഴപ്പങ്ങൾ സംഭവിക്കും. ബുധൻ ലഗ്നാധിപനാണെങ്കിൽ ഈ ദോഷഫലങ്ങൾ ഒന്നും സംഭവിക്കുകയില്ല. ഐശ്വര്യവും വിദ്യാവിജയവും ഉന്നതിയും ലഭിക്കും. അഞ്ചിൽ നിൽക്കുന്ന ബുധൻ്റെ ദശയിൽ ഉദ്യോഗമുള്ളവർക്ക് കുഴപ്പമൊന്നും ഉണ്ടാകില്ല. പക്ഷേ പല ബുദ്ധിമുട്ടുകളും അനുഭവിക്കേണ്ടി വരും. ആറിൽ നിൽക്കുന്ന ബുധൻ്റെ ദശയിൽ ത്വക്ക് സംബന്ധമായ എന്തെങ്കിലും രോഗമുണ്ടാകും. ഏഴിൽ നിൽക്കുന്ന ബുധൻ്റെ ദശയിൽ വിദ്യാഗുണം, കളത്രപുത്രാദികളെ കൊണ്ടുള്ള സുഖം, ജ്ഞാതി, സൽപ്പേര് ഇവ ലഭിക്കും. എട്ടിൽ നിൽക്കുന്ന ബുധൻ്റെ ദിശയിൽ കീർത്തി, ധനം എന്നിവ അനുഭവയോഗം. സന്താനങ്ങൾ വെറുക്കും. സ്വന്തമായി ഉണ്ടാക്കിയ സ്വത്തുക്കൾ കുറെ കൈവിട്ടു പോകും. ആരോഗ്യത്തിന് ഹാനി സംഭവിക്കും. മനസ്സിന് സുഖം കുറയും. ഒമ്പതിൽ നിൽക്കുന്ന ബുധൻ്റെ ദിശയിൽ പുണ്യകർമാനുഷ്ഠാനം, ഐശ്വര്യം, ഭാഗ്യപൂർണത്വം, ഉന്നത സ്ഥാനപ്രാപ്തി എന്നിവ ഫലം. പത്തിൽ നിൽക്കുന്ന ബുധൻ്റെ ദിശയിൽ ഉന്നത പദവി, കീർത്തി, ബഹുമാന്യത, സർവകാര്യ വിജയം, ഭാര്യാപുത്രാദികളെ കൊണ്ടുള്ള സുഖം, കൃഷിഭാഗ്യം, ദ്രവ്യലാഭം ഇവയും ലഭിക്കും. 11 നിൽക്കുന്ന ബുധൻ്റെ ദിശയിൽ ഉദ്യോഗത്തിൽ കൂടിയോ അല്ലാതെ മറ്റു സംഭാവനകൾ വഴിയോ ധനലാഭം സിദ്ധിക്കും. കച്ചവടം വഴിയും ധനലാഭം സിദ്ധിക്കും. 12 നിൽക്കുന്ന ബുധൻ്റെ ദിശയിൽ കളത്രപുത്രാദി സുഖഹാനി, മരണഭീതി, സ്ഥാനഭ്രംശം, മനക്ലേശം എന്നിവ ഫലമാകുന്നു. മേടത്തിൽ നിൽക്കുന്ന ബുധൻ്റെ ദിശയിൽ വിദ്യയിൽ നിന്നുമുള്ള ധനലാഭം അനുഭവയോഗ്യമാകും. ഇടവത്തിൽ നിൽക്കുന്ന ബുധൻ്റെ ദിശയിൽ ധാരാളം ധനം ലഭിക്കും. അത് അങ്ങനെ തന്നെ ചെലവാക്കുകയും ശേഷം കടം ബാക്കിയായിരിക്കും. മിഥുനത്തിൽ നിൽക്കുന്ന ബുധൻ്റെ ദിശയിൽ വളരെ സുഖാനുഭവങ്ങളും ധനവും ലഭിക്കും. കർക്കിടകത്തിൽ നിൽക്കുന്ന ബുധൻ്റെ ദിശയിൽ വിദ്യാഭ്യാസം ഉണ്ടാകുകയും വളരെ വലിയ രീതിയിലുള്ള തൊഴിൽ ലഭിക്കുകയും ചെയ്യും. ചിങ്ങത്തിൽ നിൽക്കുന്ന ബുധൻ്റെ ദിശയിൽ ഉദ്യോഗലാഭം, ഉദ്യോഗത്തിൽ ഉന്നത സ്ഥാനം, സുഖം, അർത്ഥലാഭം എന്നിവ ഫലം. തുലാത്തിൽ നിൽക്കുന്ന ബുധൻ്റെ ദിശയിൽ മനക്ലേശം, കളത്രപുത്രാദികളുടെ വെറുപ്പ്, അവർക്ക് വേണ്ടിയുള്ള ധനനഷ്ടം മുതലായവ സംഭവിക്കും. വൃശ്ചികത്തിൽ നിൽക്കുന്ന ബുധൻ്റെ ദിശയിൽ സ്ഥാനഭ്രംശവും മാനഹാനി, ധനനഷ്ടം എന്നിവ ഫലം. ധനുവിൽ നിൽക്കുന്ന ബുധൻ്റെ ദിശയിൽ ഉദ്യോഗലാഭം, സുഖം, ധനസമൃദ്ധി ഇവ സിദ്ധിക്കും. എത്ര പണം കിട്ടിയാലും തിരികയില്ല. കടം വാങ്ങിക്കൊണ്ടിരിക്കും. ശരീരത്തിൽ പൊള്ളലോ വ്രണമോ ഉണ്ടാകും. മകരത്തിൽ ബുധൻ നിന്നാൽ മനക്ലേശം, പണത്തിനു സദാ ബുദ്ധിമുട്ട് എന്നിവ ഫലം. കുംഭത്തിൽ നിൽക്കുന്ന ബുധൻ്റെ ദിശയിൽ ധനനാശം, ശത്രുപീഡ, നേത്രരോഗം എന്നിവ ഫലം. മീനത്തിൽ നിൽക്കുന്ന ബുധൻ്റെ ദശയിൽ
ദാരിദ്ര്യം, സ്ഥാനഭ്രംശം, ദുഷ്ടകീർത്തി ഇവ അനുഭവിക്കും. വ്യാഴൻ്റെ യോഗദൃഷ്ടിയോടു കൂടി നിൽക്കുന്ന ബുധൻ്റെ ദിശയിൽ ആദ്യം സർവകാര്യങ്ങൾക്കും വിജയവും അവസാനം പലവിധ നാശങ്ങളും അനുഭവമാകും. ഉദ്യോഗലാഭം, ഭൂമിലാഭം ഇവയ്ക്കൊന്നും ഹാനി സംഭവിക്കുകയില്ല. ശുക്രൻ്റെ യോഗദൃഷ്ടികളോടു കൂടി നിൽക്കുന്ന ബുധൻ്റെ ദശ പൊതുവെ ശുഭമായിരിക്കും. ബുധദശയിൽ ബുധൻ്റെ അപഹാരകാലം അപഹാരകാലം 2 വർഷവും 4 മാസവും 27 ദിവസവുമാണ്. ധനലാഭം, ബുദ്ധി, വിദ്യാഗുണം, എല്ലാ കാര്യങ്ങൾക്കും വിജയം. ബുധൻ അനിഷ്ടനായാൽ പ്രതികൂല ഫലങ്ങൾ. ദോഷപരിഹാരത്തിന് വിഷ്ണു സഹസ്രനാമജപം, വിഷ്ണു പൂജ എന്നിവ നടത്തുക. ബുധദശയിൽ കേതു അപഹാരകാലം 11 മാസവും 27 ദിവസവും. കലഹം, പിത്തരോഗങ്ങൾ, ധനനാശം, മനോദുരിതം. ദോഷപരിഹാരത്തിന് അജദാനം നടത്തുക. ബുധദശയിൽ ശുക്ര അപഹാരകാലം 2 വർഷവും 10 മാസവും. വിവാഹലബ്ധി, സ്ത്രീ ആഭരണാദി ലാഭം, ധനലാഭം, കാര്യവിജയം. ശുക്രൻ അനിഷ്ടനായാൽ വിപരീത ഫലങ്ങൾ. ദോഷപരിഹാരത്തിന് ദുർഗാസൂക്തം ജപിക്കുക. ബുധദശയിൽ ആദിത്യ അപഹാരകാലം 10 മാസവും 6 ദിവസവും. ശിരോരോഗങ്ങൾ, അഗ്നിഭയം, ശത്രുത, തടസ്സങ്ങൾ. ഉദ്യോഗലാഭം. ദോഷപരിഹാരത്തിന് കാമധേനുവിൻ്റെ സ്വർണപ്രതിമ ദാനം ചെയ്യുക. മറ്റ് ശാന്തകർമ്മങ്ങൾ അനുഷ്ഠിക്കുക. ബുധദശയിൽ ചന്ദ്ര അപഹാരകാലം 1 വർഷവും 5 മാസവും. സ്ത്രീകലഹം, ചോരഭയം, അനാരോഗ്യം, ധനനഷ്ടം. ചന്ദ്രൻ അനുകൂലനാണെങ്കിൽ ശുഭഫലം. ദോഷപരിഹാരാർത്ഥം ദുർഗാപൂജയും വസ്ത്രദാനവും നടത്തുന്നത് ഉത്തമമാകുന്നു. ബുധദശയിൽ കുജ അപഹാരകാലം 11 മാസവും 27 ദിവസവും. സ്ഥാനഭ്രംശം, ശത്രുദോഷം, ആയുധങ്ങളാൽ അപകടം, ദുഃഖം. ദോഷപരിഹാരത്തിന് സുബ്രഹ്മണ്യ ഭജനം, മഹാമൃത്യുഞ്ജയ ജപം എന്നിവ നടത്തി ദോഷങ്ങൾ മാറ്റിക്കൊള്ളുക. ബുധദശയിൽ രാഹു അപഹാരകാലം 2 വർഷവും 6 മാസവും 18 ദിവസവും. ത്വക്ക് രോഗങ്ങൾ, വിഷബാധ, നീച സ്ത്രീകളുമായുള്ള ബന്ധം, മാനഹാനി. ദോഷപരിഹാരാർത്ഥം ദുർഗാപൂജ, ലക്ഷ്മി പൂജ എന്നിവ നടത്തുക. വെളുത്ത പശുവിനെ ദാനം ചെയ്യുന്നതും ഉത്തമമാകുന്നു. വ്യാഴാപഹാരകാലം 2 വർഷവും 3 മാസവും 6 ദിവസവും. ശത്രുജയം, രോഗശാന്തി, കാര്യവിജയം, ധനലാഭം. വ്യാഴം പ്രതികൂലനായാൽ കലഹം, രോഗം. ദോഷപരിഹാരത്തിന് സഹസ്രനാമജപം, ഭൂമിദാനം, സ്വർണദാനം എന്നിവ നടത്തുക. ബുധദശയിൽ ശനി അപഹാരകാലം 2 വർഷവും 8 മാസവും 9 ദിവസവും. കാര്യപരാജയം, ശത്രുജയം, ധനനഷ്ടം, തടസ്സങ്ങൾ. ദോഷപരിഹാരത്തിനായി മഹാമൃത്യുഞ്ജയ ജപം, കൃഷ്ണന് പാൽപായസവും നടത്തി ദോഷങ്ങൾ മാറ്റിക്കൊള്ളുക.